സുരേഷേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്ക് തടസ്സം തോന്നുന്ന പാത്രങ്ങൾ മാത്രമേ അവർ തട്ടി മാറ്റാറുള്ളൂ. അത് തീറ്റ കൊടുത്ത പാത്രമാണെങ്കിലും വെള്ളപ്പാത്രമാണെങ്കിലും ശരി. അപ്പം അത് അവർ സ്ഥിരമായിട്ട് ചില കോർണറുകളിലായിരിക്കും യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കോർണർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കിടക്കാനും മിക്കവാറും മുയലുകൾ ഒരേ സൈഡ് തന്നെയാണ് കിടക്കാൻ ഉപയോഗിക്കാറ്. അപ്പം നമ്മൾ ആ ഭാഗം ഒഴിവാക്കി പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ ചില കുറുമ്പന്മാരുണ്ടാവും, കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവനവന് വേണ്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തട്ടിമറിക്കുന്ന സ്വഭാവം. അത് ചുരുക്കം, വളരെ 1 or 2 മുയലിനൊക്കെ ആ സ്വഭാവം ഉണ്ടാവുള്ളൂ. മിക്കവാറും മുയലുകൾക്ക് അത് കാണാറില്ല. നമ്മളെപ്പോഴും മുയലിനെ കയ്യിലെടുത്തിട്ട് ഒന്ന് തടവി കൊടുത്ത് അതിനൊക്കെ ഒന്ന് ഉമ്മ വെച്ചിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ അതിന് നമ്മളോട് സ്നേഹം കൂടും. ഇതിപ്പോ നിപ്പിള് കൊടുക്കാൻ തന്നെ ആർക്കും കൊടുക്കാം, മുയൽ കൊടുത്താൽ കുടിക്കും. പക്ഷെ നല്ലത് എപ്പോഴും കയ്യിലെടുക്കുക, അതിനൊന്ന് ഓമനിക്കുക, എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷനും നടക്കുള്ളൂ, അതിന് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഈ ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടപ്പം ഞാൻ മിഗ്ദ സാറിനെ വിളിച്ച് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് മുയലിനെ ആ ഒരു കയ്യിലെടുക്കുന്നത് മരുന്ന് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ എന്നും ഒരു തവണ നമ്മൾ കയ്യിലെടുക്കുക നമ്മുടെ മുയലിനെ. ആ സമയത്താണ് അതിന് വേണ്ട കെയറും കാര്യങ്ങളും അതിനെ ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് പറ്റുക. അപ്പൊ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കൂട്ടിൽ നിന്ന് സിറിഞ്ച് വഴി മരുന്ന് മുയൽ കുടിക്കാറൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കിട്ടേണ്ട കെയറും അതേപോലെ അതിന് നമ്മളടുത്ത് വരേണ്ട അറ്റാച്ച്മെന്റും കുറയാണ് ചെയ്യുക. അപ്പോ അത് ചോദിച്ചപ്പം മിഗ്ദ സാർ തന്ന മറുപടിയാണ് മുകളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിനകത്ത് മുയലിന്റെ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുണ്ടായ ചർച്ചയെ തുടർന്ന് മുകളിൽ 2 പേര് 2 വ്യത്യസ്ത വീഡിയോകൾ ഷെയർ ചെയ്തിരുന്നു. ഈ 2 വീഡിയോയിലും മുയലിന് മരുന്നും പ്രോബയോട്ടിക്കും സിറിഞ്ചിൽ കൊടുക്കുന്നതായിരുന്നു. അതിനെ സംബന്ധിച്ച് ഞാനടക്കം പലരും പോസിറ്റീവായിട്ട് കമന്റ് ചെയ്തിരുന്നു, പോസിറ്റീവായിട്ട് വോയിസുകൾ ഗ്രൂപ്പിൽ അയച്ചിരുന്നു. എന്നാൽ പിന്നീട് മിസ്സിസ് മേഘാശ്യാം അതിന്റെ മറുവശം, അതായത് കേജിന് പുറത്തുനിന്നല്ല കൊടുക്കേണ്ടത്, അതിനെ എടുത്ത് പരിചരിക്കണം, മടിയിലെടുത്ത് പരിചരിക്കുക, അല്ലെങ്കിൽ തൊട്ട് തലോടി പരിചരിക്കണം എന്ന തരത്തിൽ അവര് ചിന്തിക്കുകയും അവരുടെ വിഷയം അവര് മിഗ്ദ സാറുമായിട്ട് പങ്കുവെച്ച് മിഗ്ദ സാറിന്റെ വോയിസിന്റെ സപ്പോർട്ട് സൈഡും നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തു. ഇതിനെ തുടർന്നുണ്ടാകാവുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വിഷയം നാം മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടും. അതായത് സാമുവൽ ഹണിമാന്റെ നാടായ ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നും അതുപോലുള്ള വികസിത രാജ്യങ്ങളിൽ നിന്നും ഹോമിയോപ്പതി എന്ന ചികിത്സാ രീതിയെ ഫേക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. അതിന് അവർ പറയുന്ന കാരണം ഈ മരുന്ന് ഒരുപാട് നേർപ്പിച്ച് അതിനവസാനം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും, പിന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് കിട്ടാൻ സമയം പിടിക്കുന്നുള്ളത്. ചെറിയ അസുഖങ്ങൾക്ക് ഏതാണ്ട് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്നതാണ്. ശരീരം സ്വയം അതിനെ പ്രതിരോധിച്ച് ശരിയാക്കാവുന്ന സമയമാണ്. അതുകൊണ്ടാണ് അവർ ഈ രീതിയെ ഒഴിവാക്കി കളഞ്ഞത്. എന്നാൽ ഈ ഹോമിയോപ്പതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നല്ല വശം എന്താണെന്ന് വെച്ചാൽ, രോഗിയോട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ചോദിച്ചറിയും. എങ്ങനെയൊക്കെ എടുക്കുന്നത്, ഏത് രൂപത്തിലാണ്, എപ്പോഴാണ് മൂത്രമൊഴിക്കുന്നത്, എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത്, വിശദമായിട്ട് ചോദിച്ചറിയും. ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ ഡോക്ടർ രോഗിയോട് 1-2 കാര്യം ചോദിക്കും, ഒന്നുകിൽ BP നോക്കും, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 കാര്യങ്ങൾ ചോദിച്ച് പെട്ടെന്ന് തന്നെ മരുന്ന് എഴുതും, പോകും. അപ്പോൾ അതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹോമിയോപ്പതി രീതിയിലാകുമ്പോൾ രോഗിയോട് വിശദമായിട്ട് ഡോക്ടർ സംസാരിക്കുമ്പോൾ ആ രോഗിക്ക് തന്റെ ഓരോ പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് പുറത്തെടുത്തു എന്നുവെച്ചാൽ ആ സ്ട്രെസ്സിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടുകയാണ്. ആ റിലാക്സേഷനാണ് ആ രോഗിയിലെ ഡോക്ടറിലുള്ള വിശ്വാസമാണ് ആ രോഗിയുടെ രോഗം മാറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ റാബിറ്റ് ഫാമില് മുയലിനെ തലോടുകയും പ്രത്യേകിച്ച് അതിന്റെ തലന്റെ ഭാഗത്ത് ചെറിയ രൂപത്തിൽ സ്പർശിച്ച് ഒരു ബന്ധം സ്ഥാപിച്ച് അതിനെ തലോടി അതിന്റെ ഓരോ കാര്യങ്ങളും നാം കൃത്യമായിട്ട് ഇടപെടുന്നതോടുകൂടി മുയലിൽ നിന്ന് അതിന്റെ യജമാനുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധം, ഒരു ദൃഢമായ ഒരു ബന്ധം, ആ ബന്ധം കാരണം തന്നെ അതിന്റെ അസുഖം ഭേദപ്പെട്ടും വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് ഇവിടെ മിഗ്ദ സാറ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. ഇനി വളരെ അഗ്രസീവായിട്ടുള്ള മുയലാണ്, അതിന് കൈകൊണ്ട് തലോടാൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ കേജിന്റെ പുറത്തുനിന്ന് സിറിഞ്ചിൽ അങ്ങനെ കൊടുക്കാം.
ഇനി അഗ്രസീവായിട്ടുള്ള മുയലിനെ മാനേജ് ചെയ്യാൻ അറിയാത്തവർ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടും അതിനെ പിടിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് വളരെ പോസിറ്റീവായിട്ട് ഓരോരുത്തരും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇതിന്റെ കെടുക്കം കണ്ടിട്ട് ഇങ്ങനെ ഒരു അരുവിൽ പോയിട്ട് ഇങ്ങനെ നീണ്ടു നേർന്ന് കെടുക്കുന്നത് കണ്ടിട്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ കുറുകൽ പോലത്തെ ശബ്ദം ഉണ്ടെന്ന്, പിന്നെ ഭക്ഷണം കഴിക്കണില്ല, ഇതൊക്കെ ഒരു ഗർഭത്തിന്റെ ലക്ഷണമാണ്. പിന്നെ എണ്ണ ചേർത്തു എന്നും പറഞ്ഞു. അപ്പോ ഇതിന് കാലെന്ത് ഗർഭമുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ കെടുക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ. ഞാൻ തിരക്ക് കാരണമാണ്, ഒന്നിനൊരു ഒഴിവ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഫുൾ ബിസിയാ. ആയിക്കോട്ടെ, ഫാമിന്റെ കാര്യങ്ങൾ നോക്കണം, വർക്കാണെങ്കിൽ ഓവർലോഡാ. ഇപ്പൊ കമ്പനി ഗ്രൂപ്പുകൾ തന്നെ ശ്രദ്ധിക്കാറില്ല. അഡ്വർടൈസിംഗ് ഗ്രൂപ്പ്, സർക്കുലേഷൻ വിങ്ങിന്റെ ഇതുവരെ ശ്രദ്ധിക്കാൻ ഒഴിവ് കിട്ടുന്നില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമാണത്. ഇതും ജോലിയുടെ ഭാഗം തന്നെ കേട്ടോ, റാബിറ്റും നമ്മുടെ. പക്ഷെ ഒരു ഗ്രൂപ്പിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താന്ന് വെച്ചാല് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ, വാപ്പന്റെ അസുഖം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്, ചെക്കപ്പ് പോകല്, വരല്, പിന്നെ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബിസിയിലാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് വരും, ആക്റ്റീവ് ആവും. പിന്നെ ഇതിന് ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ അന്ന് നബിദിനത്തിന്റെ ഒരു പരിപാടി പള്ളിയിൽ നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. ആ സമയത്തൊന്ന് വിളിച്ചിരുന്നു, ഒന്ന് സംസാരിച്ചതെന്നാ. മറ്റവന്റെ വോയിസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ല. ഏതോ സലീമിന്റെ ഓനെ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തല്ല, പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, ഓല് തിരിച്ചു വിളിച്ചിട്ടില്ല. എന്തിനാ വിളിച്ചു വെച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നെ വേറെന്താ, ഭാഗത്തല്ലേ എപ്പോഴാ വരുന്നത് നാട്ടിലേക്ക് വന്ന വയനാട്ടിൽ വരികയാണെങ്കിൽ എന്നെ ബന്ധപ്പെടണം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ടേലും വന്നിട്ടൊന്ന് കാണണം എന്നുണ്ട്. ലീവ് ഉണ്ടാവുമല്ലോ, വന്നാല് കുറച്ച് ദിവസമൊക്കെ വരുന്ന ഒരു കാര്യത്തിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. എന്തായാലും ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ റാഹത്തായി നടക്കുന്നുണ്ടല്ലോ. ഗ്രൂപ്പ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വോയിസുകളൊന്നും കേട്ടില്ല, നല്ല സജീവമായിട്ടുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഇടയിൽ നിന്ന് 2 വോയിസുകളൊക്കെ കേൾക്കും. പിന്നെ ഓർഡർ ഉണ്ടായാലുണ്ട് ഇപ്പൊ നല്ല. ഇപ്പൊ ഇന്ന് ഒരു 100 കിലോ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരു 60 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. 40 കിലോ പോലും ഞാൻ പുറത്തു പോയി കളക്ട് ചെയ്തെടുത്തിട്ടാണ് 100 കിലോ തയ്ച്ചു കൊടുത്തത്. ലൈവ് മുതല് റേറ്റും കിട്ടുന്നുണ്ട്. 220 നമുക്ക് കിട്ടുന്നുണ്ട്. 200-220 ആ റേഞ്ചിലാ പോകുന്നത്. പിന്നെ ഇതിനിടയില് ഒരു ടീം ലാബ് പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത് 300 രൂപന്റെ മുകളിൽ നമുക്ക് 300 രൂപ റേറ്റ് കിട്ടി. കാരണം 1.5 കിലോ ഉള്ള മുയലിന് 450 രൂപ പീസ് റേറ്റ് ആയിരുന്നു. അങ്ങനെ പോയി, അങ്ങനെ ഒരു 70 മുയലോളം അങ്ങനെ കൊടുത്ത്. കുഴപ്പമില്ല, എന്തായാലും റാഹത്താണ്, അൽഹംദുലില്ലാഹ്. ഇത് ഒരു പ്രതീക്ഷ അല്ല, നല്ലൊരു ഫീൽഡാണ്. മിഗ്ദാദ് ഭായി ഇത് പറഞ്ഞത്, ഇത് തുടങ്ങിയത് എത്രയോ ആളുകൾക്ക് പിന്നെ എന്താ പറയാ, അവരുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. പലരുടെയും വോയിസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും. ആ സത്യമാണ്. അല്ലാതെ മിഗ്ദാദ് ഭായിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നൊന്നുമില്ല. എനിക്കറിയാലോ ഈ രംഗം വളരെ നല്ലതാണ്, നല്ലൊരു ഫീൽഡാണ്. പക്ഷെ അത് അതിൻ്റെതായ ശ്രദ്ധയോട് കൂടിയിട്ട് ഗൗരവത്തോടു കൂടി എടുക്കണം. വളരെ സൂക്ഷ്മത വേണം കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ എന്നല്ല. എന്നാ ശരി, എന്റെ വോയിസ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സീക്കോ ഡ്രോപ്സിനെ സംബന്ധിച്ചാണ്. മുയല് അതിന്റെ ഡ്രോപ്പിങ്സ്, അതിന്റെ കാസ്റ്റം ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് 2 തരം കാസ്റ്റ് ഉണ്ട്. സാധാരണ ശരിക്കുള്ള കാസ്റ്റ് അല്ല, ഇത് ഒരു ഗ്രീനിഷ് കളറിലുണ്ടാവുക, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും സാധനം. ഇത് ന്യൂട്രീഷൻ റിച്ച് ആണ്, ഇത് നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ്, ഔഷധമൂല്യമുള്ളതാണ്. ഇതിനകത്ത് കൂടുതൽ പ്രോട്ടീനും കുറച്ച് ഫൈബറും ഉണ്ടായിരിക്കും. വൈറ്റമിൻ ബി പോലുള്ള വൈറ്റമിൻസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇത് മുയൽ ഭക്ഷിക്കുകയാണെങ്കിൽ, അതായത് മുയലിന്റെ അനസ് മലദ്വാരത്തിൽ നിന്ന് ഇത് തല അങ്ങോട്ട് കറക്കിയിട്ട് ഇതെടുത്ത് കഴിക്കുക ചെയ്യുക. അതായത് വായു സമ്പർക്കം പോലും ഇല്ലാതെ, അതായത് കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരാൻ സാധ്യത ഇല്ലാത്ത രൂപത്തിൽ ചെയ്യുന്നതാണ്. ഇതൊരു വൃത്തികേടല്ല, ഇതിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. അതായത് പൂർണ്ണമായും ദഹിക്കാത്ത ഔഷധമൂല്യമുള്ള ഭാഗം അത് എടുത്ത് കഴിക്കുകയാണ്. ഇതെന്റെ ജനിതകമായിട്ടുള്ള പ്രത്യേകതയാണ്.
ഇത് ഒരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ ഒരു അസുഖമായിട്ടോ ഒരു മോശപ്പെട്ട സംഗതിയായിട്ടോ ഒരിക്കലും കാണരുത് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ കാഷ്ടം ഭക്ഷിക്കുന്നത് നാം വേറിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. നമസ്കാരം, എന്റെ പേര് ജ്യോതി കൃഷ്ണകുമാർ, സ്വദേശം ഷൊർണൂരാണ്. സ്വയം തൊഴിൽ എന്ന രീതിയിൽ എന്ത് ചെയ്താൽ വിജയിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ബ്രദറാണ് മിഗ്ദാസ് സാറിന്റെ മുയൽ ഫാമിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അതിനെ തുടർന്ന് NRI-കാരനായ ഭർത്താവിനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് മുയൽ കൃഷിയിലൂടെ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് 5 മാസങ്ങൾക്ക് മുൻപ് 2 യൂണിറ്റ് വാങ്ങുകയും അതിൽ തുടക്കത്തിൽ 1-2 പാളിച്ചകൾ എനിക്ക് സംഭവിച്ചു. അതിലൊന്നാണ് വിത്തുമുയലിന് കൊടുക്കുന്ന പുല്ല് കൂടിന്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തത്. അതുമൂലം ഒരു മുയലിന്റെ അടിഭാഗത്ത് ചെറിയ കുരുക്കൾ പോലെ വരികയും സാറിന്റെ ഉപദേശത്തെ തുടർന്ന് വെറ്റിനറി ഡോക്ടറെ ഞാൻ കാണിച്ചു. 5 ദിവസം ആന്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് അത് മാറുകയും ചെയ്തു. രണ്ടാമത്തെ അനുഭവമായിട്ട് എനിക്ക് സംഭവിച്ച പ്രളയക്കെടുതിയിലാണ്. 60ഓളം കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് പിരിക്കേണ്ട സമയത്തായിരുന്നു. അതിലൊരു 50ഓളം കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായി. അപ്പോഴൊന്നും സാറിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതിൽ വന്നത് വെള്ളത്തിൽ നിന്നുള്ള ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും എന്നാണ് സാർ പറഞ്ഞത്. തുടർന്ന് എനിക്ക് ഈ കൃഷിയോട് ഒരു വിരക്തി തോന്നുകയും അപ്പോഴാണ് മിഗ്ദാസ് സാറ് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതും അതിൽ അംഗമായി ചേരാൻ സാധിച്ചത് വളരെ സന്തോഷം തോന്നി എനിക്ക്. ഈ ഫാമിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നി തുടങ്ങിയത് ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഓരോ അറിവുകളും അനുഭവങ്ങളും അതിൽ നിന്നുമെല്ലാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിച്ചു. അതിന് എല്ലാം ഗ്രൂപ്പ് മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇനിയുള്ള എന്റെ പ്രയാണത്തിൽ ഇതിൽ നിന്നുള്ള അറിവുകൾ എനിക്കൊരു മുതൽക്കൂട്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ശരി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും മറ്റുള്ളവരുടെ വ്യൂവിൽ ശരിയാവാറില്ല. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. അതായത് ഞാൻ നമ്മുടെ ഷെഡിനകത്ത് സന്ധ്യ നേരത്ത് ഭയങ്കര കൊതുക് ശല്യമാണ്. കുഞ്ഞുങ്ങൾ അതൊക്കെ കൊതുകെന്ന് കടിക്കാണ്ട് സഹിക്കാൻ പറ്റില്ല സത്യത്തിൽ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, സാധാരണ നമ്മളെ കർഷകപരമായിട്ടുള്ള ഓരോ വീഡിയോയിലും പറയാറുണ്ട് പുകയിപ്പിക്കുന്ന കാര്യം, പശുത്തൊഴുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ പുകയിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ വ്യൂവിൽ അത് പുകയിപ്പിക്കുക എന്നുള്ളത് ശരിയായ കാര്യമായിരുന്നു. അതുപ്രകാരം സന്ധ്യയ്ക്ക് നമ്മുടെ വീട്ടിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇച്ചഗിരിയൊക്കെ ഇട്ട് സാമ്പ്രാണിയൊക്കെ ഇട്ട് സത്യത്തിൽ ഞാൻ മുയൽക്കൂടിനകത്തും പുകയിപ്പിക്കുമായിരുന്നു. അതൊരിക്കൽ ഇതേപോലെ ഒരു ഗ്രൂപ്പിനകത്ത് കൊതുകിന്റെ പ്രശ്നം വന്നപ്പോൾ അങ്ങനെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുകയിപ്പിച്ചു കഴിഞ്ഞാൽ പോലെ പുകയിപ്പിക്കുന്നത് അണുനാശനം കൂടിയാണ്, രോഗാണുക്കൾ ഇല്ലാതിരിക്കാനും കൂടെ. അപ്പോൾ റെനി ഡോക്ടറാണ് എനിക്ക് പറഞ്ഞു തന്നത് പുകയിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഷെഡിനകത്ത്. കാരണം മുയൽ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര സഫോക്കേഷൻ ഉണ്ടാക്കും, അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ആ പുകയിപ്പിക്കുന്ന ഏർപ്പാട് കൂട്ടിനകത്ത് മാറ്റിയത്. പിന്നെ കൊതുകിനെ വെക്കാനുള്ള കെണികളെ പറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വിവരങ്ങൾ. അതുപ്രകാരം അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇത്തൽപ്പൊടി കൂട്ടിനകത്ത് വിതറ, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കുള്ള അറിവുകൾ ശരിയായിരിക്കാം, നമുക്ക് പല മാർഗങ്ങളിലൂടെ കിട്ടുന്നതായിരിക്കും. പക്ഷെ അതിലും വേറെ എന്തെങ്കിലും ഓരോ നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ്. അതല്ലാതെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിട്ട് വിമർശിക്കാൻ ഒരിക്കലും കരുതരുത്. എല്ലാത്തിനും പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. അത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഉമർ ഭായ്, നിങ്ങൾ ചോദിച്ചൊരു കാര്യം, ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുയലിനെ പിന്നെ എന്നാണ് ഇണ ചേർക്കേണ്ടതെന്നുള്ള കാര്യം. അത് നമ്മൾ ഒരു പ്രസവം കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞ് കുട്ടികളെ മാറ്റിയതിന് ശേഷം ഒരു 10 ദിവസം കൂടി നമ്മൾ നല്ലപോലെ തീറ്റയൊക്കെ കൊടുത്തിട്ട് മുയലിനെ നമ്മൾ അതിനെ ഒരു റെസ്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കുക. അതായത് അതിനെ ഫ്രീ ആയിട്ട് വിടുക. അത് നല്ലപോലെ ഭക്ഷണം കഴിച്ച് പുല്ലൊക്കെ കഴിച്ച് അതിന്റെ പൊതുവെ പ്രസവിച്ച് കഴിഞ്ഞ് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന മുയലുകൾ അതിന്റെ ആരോഗ്യം പൊതുവെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു റീകവർ ആവുന്നവരെ നമ്മൾ അതിന് നല്ലപോലെ ഭക്ഷണം നൽകുക. എന്നിട്ട് നല്ല ആരോഗ്യമായതിനു ശേഷം എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഇണ ചേർപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതിന്റെ പ്രസവത്തിൽ അതിന് നല്ല പാലും അതുപോലെ നല്ല ആരോഗ്യമുള്ള കുട്ടികളും ഉണ്ടാവുകയുള്ളൂ. പിന്നെ 2 ആൺമുയലിനെ കൊണ്ട് ഇണ ചേർപ്പിക്കുന്ന കാര്യം നിങ്ങൾ ചോദിച്ചിരുന്നു. അതിന് വളരെ വ്യക്തമായൊരു മറുപടി നമ്മുടെ മിഗ്ദാദ് ഭായിയുടെ ഒരു വോയിസ് നിങ്ങൾ ആ ചോദിച്ചതിന്റെ അടിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് വ്യക്തമായി കേട്ടാൽ അതിൽ നിന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് മിഗ്ദാദ് ഭായി 2 ആൺമുയലിനെ കൊണ്ട് ഇണ ചേർപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നലെ ഈ വിട്ട ഒരു വോയിസ് അതിനെ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാൻസി മാഡം മിഗ്ദാദ് ഭായിയുടെ ഒരു പുസ്തകത്തിന്റെ ഒരു പേജിന്റെ ഒരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഹൃത്ത് വിളിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ മിഗ്ദാദ് സാറിന്റെ പുസ്തകത്തിലുണ്ടല്ലോ ഈ ഡെറ്റോൾ കൊണ്ട് മൊബൈലിനെ തുടച്ചെടുക്കുന്ന കാര്യം, പിന്നെ എന്താ നിങ്ങൾ അതിന് ഇങ്ങനെ ശാസ്ത്രീയമായ വശം ഇല്ല എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അതിന് മറുപടി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞോളാം എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം വേണ്ട രീതിയിലല്ല ഉൾക്കൊണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ എല്ലാ വോയിസിലും ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, ഞാൻ ഈ മൊബൈൽ ഫാമിൽ തുടങ്ങിയ മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഗ്ദാദ് ഭായിയുടെ പുസ്തകമാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരുപാട് അറിവുകളും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഞാൻ എന്റെ ഫാമിലി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയപരമായ വശങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മിഗ്ദാദ് ഭായി അങ്ങനെ ഒരു പുസ്തകം നമ്മളെ കൈകളിലേക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും അതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം റിസർച്ച് നടത്തി പഠനം നടത്തിയിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ആ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു ശാസ്ത്രീയപരമായ വശം ഞാൻ ചിന്തിച്ചതിന്റെ സമയം കളയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ശാസ്ത്രീയപരമായ ഒരു വശം എനിക്ക് അറിയില്ല എന്ന്. അല്ലാതെ അതിന് ശാസ്ത്രീയപരമായ വശം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സുഹൃത്ത് ദയവ് വിചാരിച്ചിട്ട് അത് ഈ രീതിയിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുസ്തഫ കൊപ്പം ഭാഗത്തുനിന്നാണ്. ഞാനിന്ന് വളരെ സന്തോഷം കൊണ്ട് വോയിസ് ഇടുകയാണ് ഗ്രൂപ്പില്. ഇന്ന് മിഗ്ദാദ് സാറും ഭാര്യയും കൂടെ ഇന്ന് എന്റെ ഫാം സന്ദർശിച്ചിരുന്നു. ഇപ്പൊ ഒരു വൈകുന്നേരം ആയിക്കണു വീട്ടില് ഫാം കണ്ടപ്പോ. എന്തോന്നില്ലാത്ത വലിയൊരു സന്തോഷം. സാറും ഭാര്യയും കൂടെ വന്ന് നമ്മുടേത് കാണും, അഭിപ്രായങ്ങളൊക്കെ പറയും, കാര്യങ്ങളും ചെയ്യൊക്കെ ചെയ്തു. ഫാം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരൊക്കെ ചെയ്തു. എന്തായാലും വലിയൊരു സന്തോഷം. എന്റെ വീട്ടിൽ നിന്ന് സാറിന്റെ വീട്ടിലോട്ട് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം താണ്ടി എന്റെ ഫാം സന്ദർശിച്ചതിൽ വളരെ നല്ല സന്തോഷത്തിലാണ്. ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരെ അറിയിക്കുകയാണ്. സാറ് വന്നു കണ്ടു. ഒരു കാര്യം കൂടി ഗ്രൂപ്പിൽ എല്ലാവരോടും പറയാനുണ്ട്. അതായത് സൊല്യൂഷൻ ഞാൻ സാറിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അത് റെഡിയായി ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. വളരെ ചിന്താർഹമായ ഒരു വോയിസാണ് നമ്മുടെ സലീം ഭായിയുടെ. ഈ വോയിസ് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോയി. അതിൽ സുപ്രധാനമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മഹത്തായ ഒരു വചനമുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളായി മാറുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നമ്മളെ മുയൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്നത്, നമ്മൾ ഒരു മുയലിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുയലിൽ നിന്നും സ്നേഹവും അതുപോലെ നല്ല റിട്ടേൺസ്, പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും. ആ മുയലിന് നല്ല ആരോഗ്യം ഉണ്ടാവും, അതിന് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് സമ്മാനിക്കും, നല്ല പാലുണ്ടാവും. കാരണം നമുക്ക് വേണ്ട പോസിറ്റീവായ കാര്യങ്ങൾ അത് നമുക്ക് തിരിച്ചു തരും. അല്ല, നമ്മൾ ഒരാളോട് ഇപ്പം നമ്മൾ ദേഷ്യത്തിലാണ് പെരുമാറുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളും നമ്മളോട് ദേഷ്യത്തിൽ തന്നെയാണ് തിരിച്ച് പെരുമാറുക. ഇപ്പം എൻ്റെ ഫാമിലുള്ള ഒരു അഗ്രസീവായിട്ടൊരു മുയലുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് ആ മുയലിനെ എൻ്റെ കയ്യിൽ കളിപ്പാട്ടമാക്കി ഞാൻ മാറ്റും. അത്രയും ഞാൻ അതിനെ സോഫ്റ്റാക്കി മാറ്റാറുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഞാൻ കൂടുതൽ അങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ടെക്നിക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു രഹസ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചുരുളഴിച്ച് വിടുകയാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഫാമിലി ചെയ്യുന്നത് ഒരാഴ്ച കൂടുമ്പോൾ, മിക്കവാറും ഞാൻ എല്ലാ ഞായറാഴ്ചകളാണ് സെലക്ട് ചെയ്യാറ്. കാരണം എനിക്ക് ഞായറാഴ്ചയാണ് കൂടുതൽ ഫ്രീ ഉള്ളത്. അപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബ്രീഡിംഗ് സെക്ഷനിലുള്ള എൻ്റെ മുയലുകളെ, പാരന്റ് സ്റ്റോക്കിനെ ഓരോരുത്തരെടുത്ത് ആ കൂടിൻ്റെ മുകളിൽ വെച്ച് അവരെ നല്ലോണം ഒന്ന് തലോടി, അതിനുശേഷം നമ്മൾ കോമ്പുണ്ടല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഈ നായ്ക്കൾക്കും അത് ആടിനൊക്കെ നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ ആ കോമ്പ് കൊണ്ട് അവരെ നല്ലോണം കോമ്പ് ചെയ്യും.
നല്ലോണം അവർക്ക് ഇങ്ങനെ ചീകി കൊടുക്കും. ചീകി കൊടുക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിന് ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം പറയുന്നതാണ്. ശാസ്ത്രീയപരമായിട്ട് ഞാൻ ഈ ഫാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഈ അവരുടെ തൊലിയിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ഇപ്പൊ ഈ ചൊറി പോലെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ബാക്ടീരിയ ഫംഗസ് ഒക്കെ നമ്മൾ ഈ കോമ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതൊക്കെ അതിന് ഇപ്പോൾ നമ്മളിപ്പോൾ തല നമ്മൾ ചെയ്യുമ്പോൾ തലയുള്ള പാന് കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, അതുപോലെ പോകും. അപ്പോൾ അതൊരു പോസിറ്റീവാണ് അതിന്. പിന്നെ അതുമല്ല, നമ്മൾ ഈ കോമ്പ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു മസാജിങ് ആണത്. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് ചെല്ലുമ്പോൾ തന്നെ 1-2 പ്രാവശ്യമൊക്കെയാണ് അവർ നമ്മളോട് ഇങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറുള്ളൂ. പിന്നെ നമ്മൾ കയ്യിൽ കോമ്പൗണ്ട് തന്നെ അവർ നല്ല കുട്ടികളായിട്ട് അടങ്ങി അവിടെ ഇരിക്കും. കാരണം അവർക്ക് നല്ലൊരു സുഖമാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ടെക്നിക്ക്, അതെന്താന്ന് വെച്ചാൽ അത് ഈ മൊയിലിനെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയിൽ ഞാൻ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്ക്, അതായത് 15ാമത്തെ ദിവസം ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഓരോ മൊയിലിനെയും കൂടിന്റെ മുകളിൽ എടുത്തു വെച്ച് ഇതുപോലെ ഒന്നുകൂടി കോമ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് അതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ട് നല്ല ഒരു കോട്ടൺ തുണി അതിൽ നല്ല മുക്കി പിഴിഞ്ഞ് ഈ മൊയിലിനെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും. അതിന്റെ ചെവിന്റെ ഉൾഭാഗങ്ങളിലും അതുപോലെ കാലിന്റെ ഈ ഇടകൾ ഭാഗം, കണ്ണിന്റെ സൈഡുകൾ, മൊത്തത്തിൽ എല്ലാ ഭാഗവും അതിന്റെ ശരീരം മൊത്തം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നനവില്ലാത്ത വേറൊരു കോട്ടൺ തുണി കൊണ്ട് പിന്നെ വീണ്ടും നല്ലോണം തുടച്ച് അതിന്റെ വെള്ളമൊക്കെ ശരീരത്തിൽ നിന്ന് കളഞ്ഞ് അങ്ങനെ അവരെ വീണ്ടും കൂട്ടിലേക്ക് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ എന്റെ ഫാമിൽ ഇങ്ങനെയുള്ള ഈ തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊന്നും ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിട്ട് ചെയ്യല്ല, ഞാൻ എന്റെ ഐഡിയയിൽ തോന്നിയ ഓരോ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എനിക്കത് കുഴപ്പങ്ങളൊന്നുമില്ല, സക്സസ് ആയി പോകുന്നുണ്ട്. അപ്പോ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒരിക്കലും വെള്ളം ഓവറായിട്ട് മൊയിലിന്റെ മേത്ത് വീഴാൻ പാടില്ല. ആ കോട്ടൺ തുണി ഡെറ്റോൾ വെള്ളത്തിൽ നല്ലോണം മുക്കി പിഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെറിയൊരു നനവോട് കൂടി മാത്രം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് ഞാൻ മിക്ദാദ് സാറെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു മുയൽക്കുട്ടി, ആ മുയൽക്കുട്ടിക്ക് 2 ദിവസം കൂടുന്നേരം ഗ്ലൂക്കോസിന്റെ വെള്ളം കൊടുക്കേണ്ടിനു. എന്താന്ന് വെച്ചാൽ ഞാൻ അതിന് ഗ്ലൂക്കോസിന്റെ വെള്ളം കൊടുത്താൽ അത് ഓക്കെയാണ്. അത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് സ്റ്റേൺ ആവും. ഒരു പിറ്റേ ദിവസം പ്രശ്നം ഉണ്ടാവില്ല, അതേ സ്റ്റേണായിട്ട് തന്നെ നിൽക്കും, നല്ല ആരോഗ്യമായിട്ട്. പിറ്റേ ദിവസം കൂട്ടിപ്പോയി നോക്കിയാൽ അത് പിന്നെ ഒരു തളർവാദം പിടിച്ചപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ കൈയിട്ട് അടിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടാണ് ഒരു 5 ദിവസമല്ല 6 ദിവസം മുമ്പ് സാറെ ഞാൻ വിളിച്ചത്. സാറെ വിളിച്ച് സാറെന്നോട് പറഞ്ഞ് അതിന് പോളിബയൺ കുട്ടിയായത് 35 ദിവസമായ കുട്ടിയാണ്, 35-36 ദിവസമായ കുട്ടിയാ. അതിന് 1 മില്ലി വെച്ചിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മില്ലിയാണ് തള്ളമാർക്ക് കൊടുക്കല്, ക്ഷീണം ഉണ്ടെങ്കിൽ. ഇതിന് 1 മില്ലി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്ത് ഇപ്പൊ 5-6 ദിവസമായി. ഇപ്പോൾ അത് കൊടുക്കൽ തുടങ്ങിയതിന് ശേഷം 5 ദിവസം അടുപ്പിച്ച് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത് കൊടുത്ത് ഒന്നും അതിന് ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. അത് വളരെ ആരോഗ്യമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രസവിച്ച ഒരു 15-16 ദിവസമായ ഒരു മുയൽക്കുട്ടി ചട്ടി ഈ വെള്ളപാത്രം മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായി പോയിരുന്നു. ഞാൻ ഫാമിൽ നിന്ന് രാവിലെ തീറ്റ കൊടുത്ത് പണിയൊക്കെ കഴിഞ്ഞ് പോയാൽ ഒരു 2 മണിക്കൂർ കഴിയും ഫാമിൽ വരുന്നേരം. അന്നേരം എന്തോ അബദ്ധവശാൽ തള്ള തട്ടിയേറേറ്റം മക്കൾ അതിൻ്റെ ഉള്ളിലായിപ്പോയി. വന്നു നോക്കുന്നേരം അന്നേരം കുഴപ്പമൊന്നുമില്ല. അതിന് വൈകുന്നേരം ആയാലും പിന്നെ അതിനെന്തോ ഒരു ക്ഷീണവും കാര്യമൊക്കെ, ഒരു തല മുന്നോട്ട് വെച്ച് ഇങ്ങനെ തളർന്നെടുക്കുക. അതിനും ഞാനെന്ത് ചെയ്ത് 1/2 മില്ലി, 15 ദിവസമായ കുട്ടിയെ കൊണ്ട് 1/2 മില്ലി പോളിബയൺ 2-3 നേരം കൊടുത്തിട്ടേ ഉള്ളൂ. പിറ്റേന്ന് ഞാൻ പിന്നെ ചെറിയ കുട്ടിയാരൊക്കെ ഒരു പേടി അധികം കൊടുക്കാൻ, അങ്ങനെ കൊടുത്തിട്ടില്ല. അത്
മൂന്ന് നേരം കൊടുത്തിട്ടേ ഉള്ളൂ, രാവിലെ ഉച്ചക്ക് രാത്രി. ഈ പറഞ്ഞത് ഇതിന്റെ മുമ്പത്തെ കുട്ടീന്റെ കാര്യം പറഞ്ഞല്ലോ, അത് 3 നേരം കൊടുക്കണം കേട്ടോ. 1 മില്ലി രാവിലെ 1 മില്ലി, ഉച്ചക്ക് 1 മില്ലി, രാത്രി 1 മില്ലി, അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ഇതിന് ഞാൻ 1/2 മില്ലി വെച്ച് 3 നേരം ഒരു ദിവസം കൊടുത്തിട്ടേ ഉള്ളൂ. അത് ക്ലിയർ ആയിപ്പോയി. അപ്പോ ഞാൻ എന്താ പറയുന്നത് വെച്ചാല് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്താ വെച്ചാല് കുട്ടിക്ക് ഇങ്ങനെ ഒരു തളർവാദം പോലെ വീണെടുക്കുക, കുക്കുസൂണ്ട വെള്ളം കൊടുത്താൽ ഒന്ന് ക്ഷീണമായ അങ്ങനത്തെ കുട്ടിയൊക്കെ ഈ പോളിബേൺ നല്ലൊരു മരുന്നാണ്. 36 രൂപയുള്ളൂ 100 മില്ലിക്ക്. അത് ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞ വൈറ്റമിന്റെ മരുന്നാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഉഷാറായി വരുന്നുണ്ട്, നല്ല ആരോഗ്യ സ്ട്രെങ്ത് വെച്ച് വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചാണ്. നെക്സ്റ്റ് ബോക്സില് കുട്ടികള് നിൽക്കുന്നില്ലെങ്കിൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും അതിൽ പിന്നെ നിൽക്കൂല, പുറത്തിറങ്ങി കറങ്ങന പുല്ലും ഒക്കെ എടുക്കൽ തുടങ്ങും. എന്നാൽ നെക്സ്റ്റ് ബോക്സ് എടുത്തു കൊടുക്കലാണ് നല്ലത്. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ്. എൻ്റെ മുയൽക്കുട്ടി കൂടെ മുയൽ പ്രസവിച്ചിട്ട് ഏകദേശം ഒരു 12 ദിവസമായി, 12 ദിവസമായി. കണ്ണൊക്കെ തുറന്ന് പിന്നെ നെക്സ്റ്റ് ബോക്സിൽ നിന്ന് പുറത്തേക്കെല്ലാം വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ കൂട്ടിൽ നിന്ന് നെക്സ്റ്റ് ബോക്സ് എടുത്ത് മാറ്റാറായിട്ടുണ്ടോ, ഇനി വെക്കേണ്ട കാര്യമുണ്ടോ, അതറിയാൻ വേണ്ടിയായിരുന്നു ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു തരണം. പ്രവീൺ ഭായ്, ഗുഡ് മോർണിംഗ്. പിന്നെ 12 ദിവസമായിട്ടുള്ളെങ്കിൽ നെക്സ്റ്റ് ബോക്സ് ഇപ്പം തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം 12 ദിവസം നമുക്ക് എല്ലാ മുയൽക്കുട്ടികളൊന്നും നെക്സ്റ്റ് ബോക്സിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെ ഏതെങ്കിലും 1-2 വികൃതികളാണ് പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ അതൊരു ശരിക്കൊരു നമുക്കൊരു ആഴ്ചയും കൂടി അല്ലെങ്കിൽ ഏകദേശം ഒരു 20 ദിവസം നമുക്ക് നെക്സ്റ്റ് ബോക്സ് കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാവരും കുറച്ചും കൂടി വലുപ്പമായിട്ട് പുറത്തേക്ക് ചാടുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ബോക്സ് ഒഴിവാക്കേണ്ടത്. കാരണം അവർ ചിലപ്പോൾ മിക്കവാറും അതിൽ കയറി തന്നെയാണ് ഉറങ്ങാനൊക്കെ അതിൽ തന്നെ കയറി കിടന്നുറങ്ങും. പിന്നെ കൂടുതൽ അവർ പുറത്തുകൂടി കറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൂടിൻ്റെ അടിഭാഗത്തുള്ള നെറ്റ് അരക്കരയാണ്. അപ്പോൾ ഈ തള്ളൻ്റെ ചവിട്ട് കൊള്ളുമ്പോൾ ചിലപ്പോൾ കാലതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ബോക്സ് പെട്ടെന്ന് ഒഴിവാക്കണ്ട, അവർ ഒന്നുകൂടി വലുപ്പം വെച്ചതിന് ശേഷം ഒഴിവാക്കിയാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഇപ്പം തന്നെ എല്ലാ കുട്ടികളൊന്നും പുറത്ത് ചാടൽ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഓക്കെ. ഹലോ, ഈ മുയൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നെറ്റിന് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എല്ലാവരും ഇല്ല, ഒരു മുയൽ മാത്രം കണ്ടമാനം മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഉദ്ദേശം? കടിക്കുന്നുണ്ട് മറ്റേ കമ്പിക്ക്. റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പേഴ്സിനും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിനകത്ത് മിസ്റ്റർ ഷെഫീഖ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുയൽ കൂട്ടിനകത്ത് മാന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ കാതലായിട്ടുള്ള വശം. നായ കുരക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുക. നായ പല കാരണങ്ങൾ കൊണ്ടും കുരക്കും. എന്നാൽ പൊതുവായിട്ട് അകാരണമായിട്ട് കാരണമില്ലാതെ നായ കുരക്കാറുണ്ട്. എന്ന പോലെ തന്നെ മുയൽ കാരണമില്ലാതെ തന്നെ മാന്താറുണ്ട്. ഇത് രണ്ടും നാം താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുയലിൻ്റെ ഒരു ജന്മവാസനയാണ് മാന്തിക്കൊണ്ടേയിരിക്കുക എന്നത്. കാരണം നമ്മുടെ ഈ സ്വയം സംരംഭം എന്ന നിലക്ക് ഒരു കമ്പിക്കൂടിനകത്തേക്കാണ് നാം മുയലിനെ കൊണ്ടുവരുന്നത്. അതല്ലാത്ത അവസ്ഥയിൽ അത് മാന്തിക്കൊണ്ടേയിരിക്കും. അത് കാട്ടിലായാലും ശരി, നിലത്ത് മണ്ണിലായാലും ശരി, തീർച്ചയായിട്ടും മാന്തും. അതിൻ്റെ ജന്മവാസനയാണ്. അതിനെ വളരെ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ സാധ്യമല്ല. ആകാംക്ഷ, അതുപോലെ സമ്മർദ്ദം, ഭയം, കൂടാതെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും മുയൽ ഈ രൂപത്തിൽ മാന്താറുണ്ട്. പക്ഷെ ഈ മാന്തുന്ന രീതിയെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കാം. അഗ്രസീവായിട്ടുള്ള, തികച്ചും ഒരു ദേഷ്യത്തോടെയുള്ള മാന്തുന്ന രീതിയുണ്ട്. ആ സമയത്തുള്ള അതിൻ്റെ ബോഡി ലാംഗ്വേജ്, അതിൻ്റെ ശരീര ഭാഷ വ്യത്യസ്തമായിരിക്കും. രാസജൈവ ഘടനയിലുള്ള മാറ്റം, അഥവാ മുയലിൻ്റെ ശരീരത്തിനകത്തുള്ള ബയോകെമിക്കൽ ഫങ്ഷൻസിൽ വരുന്ന മാറ്റം, രാസജൈവ ഘടനയിൽ വരുന്ന മാറ്റം, ഇത് ആൺമുയലിനും പെൺമുയലിനും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സന്ദർഭത്തിലാണ് ഈ മാറ്റം കാണുക. ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ട് മുയലിന് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രതിഫലിക്കുന്നത് ചിലപ്പോൾ മാന്തുന്ന രൂപത്തിലായിരിക്കും. ഷെൽട്ടറാണ്. മുയലിന് അഭയം തേടാൻ വേണ്ടിയിട്ട്, അഥവാ ശത്രുവിൽ നിന്നും ഭീഷണി നേരിടുന്നു എന്ന് തോന്നുന്ന നേരത്ത് മുയൽ മാന്താറുണ്ട്. അതായത് മാളം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. കൂടിനകത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാന്താൻ ശ്രമിക്കും. അതിനുള്ള കാരണം എന്താണ്, ഏതുതരം ശത്രുവിനെയാണ് അത് ഭയപ്പെടുന്നതെന്ന് നാം ചിന്തിക്കണം. ഒരുപക്ഷെ നാം മുയലിന്റെ അടുത്ത് കൂടുതൽ നേരം നിൽക്കുന്നത് ഒരുപക്ഷെ മുയലിന് അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ
അക്കാരണം കൊണ്ടും മുയലിനെ മാന്തും. അതുകൊണ്ട് മുയലിന് പറ്റുന്ന രൂപത്തിൽ മാത്രമേ നാം മുയലിന്റെ അടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനോട് പെരുമാറുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുയലിന് പ്രഗ്നൻസി പീരീഡിൽ പെൺമുയലാണെങ്കിൽ അതിന് ഹീറ്റ് എത്തുമ്പോൾ, അതിന് എന്താ പറയുക, ഹീറ്റ്, അതായത് എണ്ണ ചേരാനുള്ള ലക്ഷണം ആയി വരുന്ന സന്ദർഭത്തിൽ അതിന് ഈ രൂപത്തിൽ മാന്തുന്ന ലക്ഷണം ഉണ്ടാവാറുണ്ട്. മറ്റു ലക്ഷണത്തോടൊപ്പം കൂടെ തന്നെ മറ്റു ലക്ഷണം നാം നേരത്തെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അത്തരം ഘട്ടങ്ങളിൽ നാം ചെയ്യേണ്ട എണ്ണ ചേർക്കുക എന്നതാണ്. മറ്റൊന്ന് പ്രഗ്നൻസി പീരീഡ്. അതിന് ഗർഭമുണ്ടെങ്കിൽ ആ സമയത്ത് കൂടെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പുല്ലും മറ്റും മാന്തുന്ന രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നാം ചെയ്യേണ്ടത് നെസ്റ്റോസ് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മുയല് അതിന്റെ നഖം കൂർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്, മൂർച്ച കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അത് മാന്താറുണ്ട്. അത് സ്വാഭാവികമാണ്. അത് നഖമുള്ള എല്ലാ ജീവികളും സ്വാഭാവികമായിട്ടും മാന്തുക എന്ന പ്രക്രിയ നടത്താറുണ്ട്. ഈ രൂപത്തിലാണ് നാം ഇതിനെ നോക്കിക്കാണേണ്ടത്. ശരി, ഈ മുയലുകൾ സ്വന്തം അത് കൂടുതൽ മാന്തുകയും കടിക്കുകയും ചെയ്യുന്നതിന് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം അവർ സ്വയം അവരുടെ പല്ലിന്റെയും നഖത്തിന്റെയൊക്കെ വളർച്ച അവരെ കൺട്രോൾ ചെയ്യാണ്. അതായത് അവരിങ്ങനെ മാന്തുമ്പോൾ ഈ നഖത്തിനും തേയ്മാനം സംഭവിക്കും. അങ്ങനെ മാന്തിയിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ നഖം വളർന്നിട്ട് ഇപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ പല്ലിന്റെ കാര്യം. അപ്പൊ അവർ കടിക്കുമ്പോൾ ഈ പല്ലിനും ഒരുപാട് തേയ്മാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല്ല് കൂടുതൽ വളരാതെ അവർക്ക് അതിന്റെ ഒരു പരിധിയിൽ നിർത്താൻ കഴിയുന്നത്. അത് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മിഖ്ദാദ് ഭായി ഈ മുയലിന് ഭക്ഷണങ്ങളും വെള്ളമൊക്കെ മൺപാത്രത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറയാൻ കാരണം, പൊതുവെ സാധാരണ നമ്മൾ മൺപാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവരതിൽ കടിക്കുകയും ചെയ്യും. അപ്പോൾ ആ പല്ലിന്റെ ആ അമിതമായ വളർച്ച അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതാണ് ഒരു കാരണം. പിന്നെ ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ മുയൽ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നെറ്റിൽ മാന്തുകയും അതുപോലെ കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിലക്ഷണമുള്ള മുയലുകൾ ആണ് ചെയ്യാറുണ്ട്. അവർ ഹീറ്റായി നിൽക്കുന്ന സമയത്ത്, അതായത് മതിലക്ഷണം ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത മുയലുകൾ, അതായത് പ്രസവിക്കാനാണ് മുയലുകൾ, അത് നെക്സ്റ്റ് ബോക്സ് വെക്കുന്ന സമയമാകുമ്പോൾ അവരാ കൂട് ഒരുക്കാനുള്ള സമയമാകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ നെറ്റിൽ മാന്തുകയും അങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അത് അസുഖങ്ങളൊന്നുമല്ല, അത് മുയലിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ എനിക്കിപ്പോ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാരോട് പറയാനുള്ളത്, നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം സമയം നമ്മുടെ ഫാമിൽ ചെലവഴിക്കുക. കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഈ ഷെരീഫ് ഭായി ചോദിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ മുയലിന്റെ സാധാരണ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഇതേമാതിരി സംശയങ്ങൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ മാക്സിമം നമ്മുടെ ഫാമിൽ നമ്മൾ ചെലവഴിച്ചിട്ട് ഈ മുയലിന്റെ സ്വഭാവങ്ങൾ എന്താണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുക. ഓക്കെ. മുകളിൽ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. അതായത് എക്സ്ട്രീം ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചർ, കൂടുതലായിട്ട് ടെമ്പറേച്ചറോ ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മുയല് ഉടൻ മാളം ഉണ്ടാക്കുകയും മാളത്തിനകത്ത് പോയിട്ട്, അതായത് മണ്ണിനകത്ത് കൂടുതൽ ചൂടില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാളം ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഷെഡിലോ പരിസരത്തോ കൂടുതൽ ചൂടോ ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നാം അതിന് വേണ്ട പരിചരണം നൽകുകയാണെങ്കിൽ അത്തരത്തില് മുയല് ഈ കാലുകൊണ്ട് മാന്തുന്ന ലക്ഷണം, അതോടൊപ്പം തന്നെ കമ്പി കടിക്ക കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഗ്രസീവായി വരാറുണ്ട്. ചിലപ്പോൾ കമ്പി കടിക്കുന്നത് പല്ലുമായി ബന്ധപ്പെട്ടുള്ള നീളം കൂടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതും ആവാം. മുയലിന്റെ കൂടിന് നാം സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്റ്റാൻഡിന്റെ അടിഭാഗത്തിൽ നിന്ന് 2 അടിയായിരിക്കണം ഭൂമിയിലേക്കുള്ള ഹൈറ്റ്. കൂടിന്റെ ഹൈറ്റ് ശരാശരി 1.5 അടി, മൊത്തം 3.5 അടി. 3.5 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കിളിന്റെ ഹൈറ്റിന് ഏതാണ്ട് തുല്യമായി വരും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് മുയലിന് പുല്ലിടാനും അതുപോലെ അതിനു വേണ്ട വെള്ളം വെച്ചു കൊടുക്കാനും എല്ലാറ്റിനും വളരെ സൗകര്യമായിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കൂടാതെ മുയലിന്റെ കാഷ്ടം നിലത്തുനിന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കാശത്തുനിന്നും മൂത്രത്തിനും ഉണ്ടാകുന്ന ദുർഗന്ധം മുയലിന് ഇല്ലാതിരിക്കാനും EM സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനും ഈ രീതി ഏറെ ഗുണം ചെയ്യും. ഇനി
നാം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കണമെന്നാണ്. അതിന്റെ മെറ്റീരിയൽ ഇരുമ്പ് വേണോ, മരം വേണോ, കല്ല് വേണോ എന്നുള്ളതാണ് വിഷയം. കല്ലാണെങ്കിൽ നാം സ്ഥിരമായിട്ട് ഈ റാബിറ്റ് ഫാമുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ ആ കല്ലിന്റെ മുകളിൽ എന്തുകൊണ്ട് സിമെന്റ് കൊണ്ട് തേച്ച് വൃത്തിയാക്കിക്കൂടാ? എന്നിട്ട് സിമെന്റ് പ്രൈമറും അതിന്റെ മുകളിലും പെയിന്റ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുടുവെള്ളത്തിൽ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ കേജിന്റെ അടിഭാഗത്ത് പെയിന്റ് അടിക്കുക എന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാൻഡ് ഇരുമ്പാണെങ്കിൽ എന്തുകൊണ്ട് ഇരുമ്പിന്റെ മുകളിൽ മെറ്റൽ പ്രൈമർ അടിച്ച് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ചിട്ടോ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടോ ക്ലീൻ ചെയ്യാനെല്ലാം തന്നെ വളരെ സൗകര്യമായിരിക്കും. ഇനി മരത്തിന്റെ പട്ടിക ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വെൽഡർ ആവശ്യമില്ല, നമുക്ക് സ്വയം തന്നെ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ ഉപയോഗിക്കുന്ന മരത്തിന്റെ കാതൽ ഒരു വിഷയമാണ്. കാതൽ കൂടുകയാണെങ്കിൽ മരത്തിന് വില കൂടും. കാതൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ ഈർപ്പം പിടിക്കും. ബാക്ടീരിയേക്കാൾ കൂടുതൽ മരത്തിൽ പിടിക്കുന്നത് ഫംഗസ് ആണ്. അങ്ങനെ വരുമ്പം അത് രോഗത്തിനുള്ള കാരണമായി വരും. കൂടാതെ കൂട് കത്തിക്കുമ്പം ഇരുമ്പിനുള്ള പെയിന്റിനേക്കാൾ കൂടുതൽ ആദ്യം കേടുവരിക മരത്തിനായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കൂടുതൽ മരം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ്. അതുപോലെ ഇജാസ് ഭായ്, നിങ്ങൾ ആ കൂടിന്റെ അടിഭാഗം പ്രൈമറൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അത് പെട്ടെന്ന് കഴിഞ്ഞിപ്പോ അതിന്റെ ആ ജോയിന്റുകളിലൊക്കെ മൂത്രം തട്ടിക്കഴിഞ്ഞാൽ തുരുമ്പ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മുയലിന്റെ കാലിന്റെ അടിയിലൊക്കെ മുറിവ് വരാൻ തുടങ്ങും. അതിന്റെ ആ ചെറിയ തുരുമ്പിന്റെ ചെറിയ കഷ്ണങ്ങൾ മുയലിന്റെ കാലിന്റെ അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് കുത്തി മുറിയാവാനും പിന്നെ അത് പഴുത്തിട്ട് മുയലിന് മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഈ വോയിസ് ആരെ കേൾക്കും വെച്ചാൽ അവരൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നല്ലപോലെ ഈ നമ്മുടെ ഈ സൈഡിലൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ മുയലിൽ നിൽക്കുന്ന ഭാഗം, നമുക്ക് ഈ അരക്കരയുടെ മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ ഉൾഭാഗവും അടിഭാഗവും നന്നായിട്ട് നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് രണ്ടു ഗുണമുണ്ട്. ഒന്ന്, മുയലിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ ഒരു അടിഭാഗത്തുള്ള നെറ്റിന്റെ ആയുസ്സും നമുക്ക് കൂടിക്കിട്ടും. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ സ്റ്റാൻഡ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഒരു 4 കാലടിച്ചുണ്ടാക്കിയിട്ട് ഈ കൂട് അതിലേക്ക് മാറ്റുക. ഒരിക്കലും ഇങ്ങനെ നിർത്തരുത്, കാരണം ഇത് ഡേഞ്ചറാണിത്. ഹലോ, ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാന് മുഹമ്മദ് ഷാഫി താമശ്ശേരി. സലീം സാർ പറഞ്ഞതുപോലെ ഞാൻ ഇരുമ്പിന്റെ സ്റ്റാൻഡുമേലാണ് സെറ്റ് ചെയ്തത്. അതിന് ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. മിക്ദാദ് സാറ് ഞാൻ മുയൽ കൊണ്ടുവന്ന ഉടനെ തന്നെ എന്നോട് 2.5 അടിന്റെ ഒരു 4 ആംഗ്ലർ വാങ്ങിച്ചിട്ട് 4 സൈഡിലും കൊടുത്താൽ മതി, പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ കെട്ടി. സൈഡിൽ വെച്ചിട്ട് 2 അടിയിൽ ഒരു കെട്ട്, പിന്നെ ബാക്കിയുള്ള 1/2 അടിയിൽ ഇങ്ങനെ കെട്ടിട്ടായിരുന്നു. പക്ഷെ ഇത് മരുന്ന് കൊടുക്കുന്നേരൊക്കെ കൂട് ഒന്ന് ഇളകുന്നേരൊക്കെ ഇങ്ങനെ താന്നു പോവാം. അന്നേരം ഞാനത് ഒഴിവാക്കിയിട്ട് ആംഗ്ലർ ഒഴിവാക്കി കട്ടമ്മൽ വെച്ച്, എന്ന് വെച്ചാൽ 16 ഇഞ്ചുള്ള ഒരു കട്ട കുത്തനെ വെച്ചിട്ട് 4 ഭാഗത്തും വെച്ച് ആ ഒരു കാരണത്താലാണ് എന്റെ കുട്ടികൾ ഒരു 10-18 എണ്ണം പോകാൻ കാരണം അത്രയും ഭൂമിയായിട്ട് അടുത്ത് നിന്ന് ഈർപ്പത്തിന്റെ പ്രശ്നവും ഒക്കെ. അങ്ങനെ മിക്ദാദ് സാറിന്റെ ഫാമും സന്ദർശിച്ചായിരുന്നു. സാറിനോട് കയറി തന്നെ എന്നോട് പറഞ്ഞത്, ഷാഫിയെ ഇത് ഇത്ര ആയിട്ട് പോരാ, ഈ കട്ടമ്മല് ഫംഗസ് വരും, പ്രശ്നമാണ്, ഇനി പൊന്തിക്കണമെന്നാണ്. അങ്ങനെ സാറ് ഞാൻ ആംഗ്ലർ കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാണ്. അന്നേരം സാറ് പറഞ്ഞെന്നാണ് 2.5 അടി എന്ന് പറഞ്ഞത്. സലീം സാറ് പറഞ്ഞതുപോലെ അവനവന്റെ പൊക്കലാണ്. നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ 2.5 അടി പോരാ. എനിക്ക് 2.5 അടി പോരാ ശരിക്കും. എന്നുവെച്ചാൽ 3 അടിയോളം വേണം. എന്നുവെച്ചാല് അവന്റെ പൊക്കളുടെ ആ ഹൈറ്റിലേക്ക് എത്തുന്ന, നെറ്റിന്റെ മോൾഭാഗം എത്തുന്ന രീതിയിൽ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2.5 അടിന്റെ ഒരു ആംഗ്ലർ വാങ്ങിയിട്ട് 2 അടിയിൽ 2 തുള ഇടുക. ഒരു സൈഡിൽ ഒരു തുള, ഒരു സൈഡിൽ ഒരു തുള. പിന്നെ മുകളിലെ 1/2 അടിയില്ലേ, ആ 1/2 അടിയിൽ മുകളിൽ ഫ്രണ്ടിന്ന് മുകൾ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെ 1 ഇഞ്ചിന്റെ അടുത്ത് താത്തിയിട്ട് അവിടെ 2 ഹോൾസ് ഇടുക. എന്നിട്ട് ഈ ആംഗ്ലർ ഈ കോർണറിൽ വെച്ചിട്ട് 2 അടിൻ്റെത് ഏറ്റവും അടിയിലേക്കാക്കി കെട്ടുക. മുകളിൽ
അത് ഏത് നമ്മളെ ഇപ്പോ പീടികയില് നല്ല അലൂമിനിയത്തിന് നല്ല കെട്ടുകമ്പ് കിട്ടും, നല്ല കട്ടില്ല. അത് കെട്ടുക, 4 ഭാഗം കെട്ടി കൊടുക്കുക. അന്നേരം കൂട് എന്ത് ചെയ്യണോ, ഒരു സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 2.5 അടിന്റെ മുകളിൽ പൊക്കി വെച്ചതിന് ശേഷമേ കെട്ടാവും. എന്നാലും നമുക്കിത് കെട്ടാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ ഈ രണ്ടാളപ്പുറത്ത് പൊക്കി പിടിച്ചിട്ട് ഈ സ്റ്റൂള് മെല്ലെ അടിയിൽ നിന്ന് എടുത്തു കൊടുത്ത് ഇഷ്ടികമ്മല് അടിയിൽ ഇഷ്ടിക കറക്റ്റ് വെക്കുക. എന്നിട്ട് ആ ഇഷ്ടികമ്മല് വെച്ചു കൊടുത്താൽ മതി. ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ അങ്ങനെ ചെയ്ത. അങ്ങനെ അന്നേരം കാട്ട എവിടെയും നിൽക്കുകയില്ല, കാട്ട കറക്റ്റ് പോവും ഒക്കെ. അതിന് വലിയൊരു ചെലവ് സലീം സാറ് പറഞ്ഞതുപോലെ ഞാൻ മരത്തിന്റെ ചെയ്യാന്നായി വിചാരിച്ചത്. പക്ഷെ എന്റെ ആംഗ്ലർ ഉള്ളത് കൊണ്ട് മിഗ്ദാദ് സാറ് വന്ന് ഇത് കണ്ടു പറഞ്ഞതിന് ശേഷം ഞാനത് പിറ്റേന്ന് തന്നെ ചെയ്തു. അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാല് അതൊക്കെ ചെയ്ത് ലെവൽ ചെയ്തതിനു ശേഷം എന്റെ ഒരൊറ്റ കുട്ടികളും പോയില്ല. അപ്പോ ഇത് വലിയൊരു ചെലവ് വരുന്ന കാര്യമൊന്നുമല്ല. കാരണം ആംഗ്ലർ ഒരു ലെങ്ത് എടുക്കുന്നവരെ വില കുറച്ച് കിട്ടുകയും ചെയ്യും. അത് അവിടുന്ന് തന്നെ ഓരോട് കട്ട് ചെയ്യിച്ച് ഈ ഹോൾസ് ഇടാന്, അത് എടുക്കുന്ന നേരം മൊത്തത്തിൽ എടുത്തിട്ട് ഹോൾസ് ഇടാന് നല്ല അറിയുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു 50 ഉറുപ്പിക കൊടുത്താൽ മതി. ഒരു ഹോൾസ് ഇട്ട് തരും. ചിലപ്പോ ഇങ്ങനത്തെ പീടികയിൽ ഹോൾസ് ഇടുന്ന കട ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഇട്ട് തരും. അങ്ങനെയും ചെയ്തു തരും. എന്തോ ചെറിയ ഇത് കൊടുത്താൽ മതി. ഓക്കെ. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അല്ല, രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമായി വരും. കൂടാതെ ഇന്നിവിടെ അതിന്റെ ഭാഗമായിട്ട് ന്യൂറോബയോണിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇതിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും കുറച്ച് സാങ്കേതിക പദങ്ങൾ മെഡിക്കലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് താല്പര്യമില്ലാത്തവർ ഇത് കേൾക്കാതിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കൂടെ ലളിതവൽക്കരിച്ച് ഡോക്ടർ റെനിയോ അല്ലെങ്കിൽ മിസ്റ്റർ നൗഫൽ ബൈയോ പിന്നീട് വിവരിക്കുന്നതായിരിക്കും. എന്താണ് ന്യൂറോബയോൺ? ന്യൂറോബയോൺ ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചക്ഷൻ ആയിട്ടും വരുന്നുണ്ട്. ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാം. ഇഞ്ചക്ഷൻ കൊടുക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ വെറ്റിനറി സർവീസ് ഇല്ലെങ്കിൽ ടാബ്ലറ്റ് ആണ് അനുയോജ്യം. ന്യൂറോബയോൺ എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തുകൊണ്ട് കൊടുക്കണം, അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചെറിയ ചെറിയ വോയിസുകളായിട്ടാണ് പറയുന്നത്. മൊത്തം വോയിസ് വരുമ്പം അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എന്നത് മൾട്ടി വിറ്റാമിൻ ഇഞ്ചക്ഷനാണ്. അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ, അതായത് വൈറ്റമിന്റെ അപര്യാപ്തത ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ന്യൂറോബയോൺ ഉപയോഗിക്കുന്നത്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണം, അതായത് വൈറ്റമിൻ ഇല്ലാതെ ശരീരത്തിൽ, ഇവിടെ മുയലിന്റെ ശരീരത്തിൽ വൈറ്റമിൻ ഇല്ലാതാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. ഒന്ന്, രോഗം. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് വൈറ്റമിന്റെ പ്രവർത്തനം വേണ്ടത്ര ആവശ്യത്തിന് ലഭിക്കാതിരിക്കും. മറ്റൊന്ന് പ്രഗ്നൻസി, അതായത് ഗർഭാവസ്ഥ. മുയലിന് ഗർഭം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഫീമെയിൽ ആണെങ്കിൽ അതിന് ഗർഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ നല്ല മാറ്റം വരും. പെട്ടെന്ന് ഗർഭം ഉണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി ന്യൂട്രീഷൻസ് എല്ലാം ശരീരം വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിന്റെ ന്യൂട്രീഷൻസിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും. ഹോർമോൺ ഇംബാലൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും. അക്കാരണം കൊണ്ട് ഇവിടെ മാതാവായിട്ടുള്ള മദർ മുയലിന്റെ ശരീരത്തിൽ ഡെഫിഷ്യൻസി വരും. മറ്റൊന്ന് പുവർ ന്യൂട്രീഷനാണ്. അപ്പം പ്രഗ്നന്റ് ആയാലും ശരി അല്ലെങ്കിലും ശരി വേണ്ടത്ര ന്യൂട്രീഷൻസ്, അതായത് പോഷക മൂല്യങ്ങൾ ഭക്ഷണത്തിലൂടെ മുയലിന് ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുകയും വേണ്ടത്ര ജലം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഈ ഫുഡിന്റെ കൂടെ ജലം ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് അത് സ്റ്റോർ ചെയ്തത് പക്ഷെ ഫുഡില്ലാത്ത നേരത്തെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജലത്തിന്റെ കാര്യം കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ഒരു കാര്യം ഗാസ്ട്രോ പ്രോബ്ലമാണ്. അതായത് അതിന്റെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫീഡിലൂടെ എല്ലാം കൊടുത്താൽ തന്നെ അതിനെ ദഹിച്ചെടുത്ത് ആവശ്യാനുസരണം വിനിയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഒന്നുകിൽ അത് ഗട്ട് ഡിസീസ് ആവും, അല്ലെങ്കിൽ ഡയറിയ ആയിട്ട്, അതായത് വയറിളക്കം ആയിട്ട് പുറത്തേക്ക് പോകും. ന്യൂറോ ഇഞ്ചക്ഷൻ ഉണ്ട്, ഒരു ടാബ്ലറ്റ് ഉണ്ട്. അത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിസിൻ ആയിട്ട് ന്യൂറോ കൊടുക്കേണ്ടതാണെന്ന് ഒരു വെറ്റിനറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂറോ കൊടുക്കും, ന്യൂറോ ഇഞ്ചക്ഷൻ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കോൺസെൻട്രേറ്റഡ് ഫോർമുലയാണ്. അത് കോൺസെൻട്രേറ്റഡ് ഇതിന്റെ സത്യമാണ്.
എന്തിൻ്റെയൊക്കെ സത്യമാണ് നമുക്ക് പറയാം. വൈറ്റമിൻ B12, വിറ്റാമിൻ എന്നും വൈറ്റമിൻ എന്നും പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. ഓരോ വ്യക്തികളുടെ ലിസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ വൈറ്റമിൻ ആണ് വെച്ചിരിക്കുന്നത്. വൈറ്റമിൻ B12, വൈറ്റമിൻ B6, വൈറ്റമിൻ B1, ഇതാണ് അതിൽ കാര്യമായിട്ടുണ്ടാവുക. അതെന്തിനു വേണ്ടെന്ന് വെച്ചാൽ അത് നെർവസ് സിസ്റ്റം, ഈ കേന്ദ്ര നാഡി വ്യൂഹം ഉണ്ടല്ലോ, അതായത് ഒരു മുയലിന്റെ തലച്ചോറ് മുതൽ തലച്ചോറിലേക്ക് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഞരമ്പുകൾ പാസ് വലുതും ചെറുതുമായിട്ട് ഓരോ സെല്ലും, ഓരോ ഏരിയയിലുള്ള സെല്ലും കോശങ്ങളും കൂടിയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം തന്നെ അതാത് ഏരിയയിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ കൊടുക്കുക ചെയ്യാം. അതെല്ലാം തന്നെ കേന്ദ്രീകൃതമാകാൻ വേണ്ടി എല്ലാം കൂടിയിട്ടും ഓരോ സെല്ലുകളെല്ലാം തന്നെ അതാത് ഏരിയ പോകുന്ന ഈ ഞരമ്പുകൾ തമ്മിലുള്ള ചെറിയ ഞരമ്പുകൾ തമ്മിൽ ബന്ധപ്പെടുത്തി അത് തലച്ചോറിലേക്കാണ് പോകുന്നത്. ഇൻഫർമേഷൻ പോകുന്നു വരുന്നില്ല തന്നെ. അപ്പം കേന്ദ്ര നാഡീ വ്യവസ്ഥ താറുമാറാവുമ്പം അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ ഈ സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെയും അപര്യാപ്തത വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം താറുമാറായത് നേരാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ന്യൂറോ ബയോൺ കൊടുക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് ബി വിറ്റാമിൻസ്, ഈ ബി വിറ്റാമിൻസ് നേരത്തെ പറഞ്ഞല്ലോ, B12, B6, B1, അതിൽ വൈറ്റമിൻ B1 എന്ത് ചെയ്യുന്നതാണ് ഇനി നോക്കുന്നത്. പ്രൊഡ്യൂസ് എനർജി ഫോർ ന്യൂറോണുകൾക്ക് വേണ്ട എനർജി, അതിന് വേണ്ടിയിട്ടുള്ള ഊർജം നൽകുക എന്നതാണ്. വൈറ്റമിൻ B6 ടു ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ഓഫ് RBC, അതായത് റെഡ് ബ്ലഡ് സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നേരെ ചൊവ്വേ അത് എങ്ങനെയാണെന്നൊരു പ്രയാസം ഉണ്ടാവും, എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ള പക്ഷേ ആഴത്തിൽ അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ അല്പ പ്രയാസമുണ്ട്, ക്ഷമിക്കണം അക്കാര്യത്തിൽ. ഇനി റെഡ് ബ്ലഡ് സെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മഞ്ചാടിക്കുരു പോലെ ഉള്ള ചെറുതൊന്നാണ്. അതാണ് ശരീരത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കുകയും അത് രക്തത്തിലൂടെ എല്ലാ ഏരിയയിലേക്ക് എത്തിക്കുന്നതും റിട്ടേണിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനം കൂടി ഏകോപിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ B കോംപ്ലക്സിന്റെ ആവശ്യം അതിൽ വരുന്നത്. ടു ഹെൽപ്പ് ദ ഫംഗ്ഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് ബ്ലഡ് സെൽസ്, ഈ ഹോർമോണിന്റെ പ്രവർത്തനം താറുമാറ്, അത് നേരിട്ടിട്ട് ഹോർമോൺ എങ്ങനെ താറുമാറാകുമെന്ന് വിചാരിക്കും. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഹോർമോണിന്റെ ഇംബാലൻസ് അതുവരെ മറ്റു പല കാരണങ്ങളുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും അതുപോലെ ബ്ലഡ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാതെ ശരിയാക്കാനും ന്യൂറോ ബയോൺ ഉപയോഗിക്കും. അടുത്തത് വൈറ്റമിൻ B12, മെറ്റാബോളിസം, അതുപോലെ മെറ്റാബോളിക് പ്രോട്ടീൻ, അതുപോലെ RBC ആൻഡ് ഒപ്റ്റിമൽ ഫംഗ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം. നേരത്തെ പറഞ്ഞ ഈ റെഡ് ബ്ലഡ് സെല്ലും അതോടൊപ്പം തന്നെ ഒപ്റ്റിമൽ ഫംഗ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം, ഈ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒപ്റ്റിമം അതിന്റെ ശരിയായ രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരുന്നതിനാണ് വൈറ്റമിൻ B12 വേണ്ടി വരുന്നത്. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു ഗ്യാസ്ട്രിക് പ്രോബ്ലം, അതായത് ഈ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ആമാശയം ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ തന്നെ, അതായത് ചെറുകുടല്, വൻകുടല്, അതുപോലെ സീക്കം എന്ന ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഈ ന്യൂട്രീഷൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അത്തരം ഘട്ടങ്ങളിലാണ് ഈ സപ്ലിമെന്റ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ടാണ് ന്യൂറോ ബയോൺ നിർദ്ദേശിക്കുന്നത് ഒരു വെറ്റിനറിയൻ. അതായത് നെർവസ് സിസ്റ്റം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, അത് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നെർവസ് ഡിസോർഡർ ശരിയല്ലാത്തതിനാൽ, അതായത് ചിലപ്പോൾ നെർവസ് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ശരീരത്തിൽ എവിടെയെങ്കിലും രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടായാലും, രോഗാണുക്കളുടെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പല കാരണം കൊണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ ചെറിയ വൈറസ് ആവാം, ചിലപ്പോൾ ബാക്ടീരിയ ആവാം, ചിലപ്പോൾ ഫംഗസ് ആവാം, ചിലപ്പോൾ പാരസൈറ്റ്സ് ആവാം, വേംസ് ആവാം, എല്ലാം ആവാം. അപ്പം അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ ഈ നെർവസ് സിസ്റ്റത്തിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നലെ വരെ മുതലൊരു കുഴപ്പമില്ല, ഇങ്ങനെ ആയി, ഇന്ന് കുഴഞ്ഞു എന്ന് പറയുന്നത്. ഉള്ളിൽ അതിനെ പറയുന്നത് സബ് ക്ലിനിക്കൽ സിംറ്റംസ് ആണ്. പുറത്തേക്ക് പ്രകടമില്ലാത്ത ലക്ഷണങ്ങളുണ്ട്, അത് ഉള്ളിലൂടെ നടക്കുന്ന സംഭവമാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ഈ നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിലുള്ള ഇൻഫ്ലാമേഷന്, അത് രോഗാണു വരുമ്പോൾ ഇൻഫ്ലാമേഷൻ ഉണ്ടാവും, ഉള്ളിലെ നടക്കുക, അത് ശരിയാക്കി എടുക്കാനും ന്യൂറോ വെറ്റിനറിയൻ നിർദ്ദേശിക്കുന്നു. ചിലപ്പോൾ ന്യൂട്രീഷൻസ് തീറ്റയിൽ ലഭിക്കുന്നുണ്ടാവും, പക്ഷെ അത് അബ്സോർവ് ചെയ്യാൻ, സ്വീകരിക്കാനേ ശരീരത്തിന് കഴിയാതെ വരും. അതുകൊണ്ട് നാം പറയും ചിലപ്പോൾ നാം സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ എല്ലാ തീറ്റ കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്, ഫാം ഹൈജീനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ തുടക്കത്തിലേ പറഞ്ഞത് മുയലിന്റെ ദഹന വ്യവസ്ഥയും രോഗപ്രതിരോധ സംവിധാനം എന്ന വിഷയത്തിൽ ആഴത്തുള്ള പഠനം ആവശ്യമാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. പക്ഷെ അതിലേക്ക് ആരും കാര്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പിനകത്ത് നിന്ന് തന്നെ നല്ല എഡ്യൂക്കേഷനിൽ ഇതുവരെ പുറത്തേക്ക് വരാത്ത ആളുകളുടെ അഭിപ്രായം, ഇതുവരെ നമ്മുടെ
ഈ ഫോറം ഫോർ ഫാമേഴ്സിൽ പോലും വരാത്ത അംഗങ്ങളാണ്. അവരുടെ അപേക്ഷ പ്രകാരമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇങ്ങനെ ഈ ന്യൂറോബയോൺ നിർദ്ദേശിക്കാറുണ്ട് വെറ്റിനറിയൻ. ന്യൂറോബയോണ് മസ്കുലർ പെയിൻ റിലീവർ ആവും. അതായത് ഇങ്ങനെയുള്ള വൈറ്റമിൻസിന്റെ അപര്യാപ്തത വരുമ്പോൾ മസ്കുലർ പെയിൻ ഉണ്ടാവും, മസിലുകൾക്കൊക്കെ വേദന ഉണ്ടാവും. പക്ഷെ നമ്മളറിയില്ല, മുയലിന്റെ ശരീരഭാഷ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും, മസ്കുലർ പെയിൻ. അപ്പോൾ ആ പെയിൻ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു വെറ്റിനറിയനെ കൃത്യമായിട്ട് മനസ്സിലാക്കും, പരിചയമുള്ള അനുഭവസമ്പത്തില്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവിക അക്കാരണം കൂടി ന്യൂറോബയോൺ നിർദ്ദേശിക്കാറുണ്ട്. ന്യൂറോബയോണിന്റെ സൈഡ് ഇഫക്റ്റുകൾ: അബ്ഡോമൽ പെയിൻ, അതായത് വയറ് സംബന്ധമായിട്ടുള്ള വേദന ഉണ്ടാവും. അബ്ഡോമൽ ഏരിയയിൽ ലോവർ അപ്പർ എന്നാണ് തരംതിരിക്കും. മനുഷ്യരിൽ 9 ഏരിയയിൽ തരംതിരിക്കാറുണ്ട്. അതുപോലെ അവരെ വയറിന്റെ പല ഏരിയയും തരംതിരിക്കാറുണ്ട്. വെറ്റിനറിയൻ ഓരോ ഭാഗം പ്രസ് ചെയ്ത് നോക്കി, അതായത് കൈകൊണ്ട് മൃദുലമായിട്ടും പ്രഗ്നന്റ് അല്ലെങ്കിൽ ശക്തിയായിട്ടും പ്രസ് ചെയ്തിട്ട് അതിന്റെ അവസ്ഥകൾ നല്ലൊരു വെറ്റിനറിന്, എഫിഷ്യന്റ് ആയിട്ടുള്ള വെറ്റിനറിന് മനസ്സിലാക്കും. അങ്ങനെയുള്ള വയറിന്റെ ഏരിയയിൽ വേദന ഉണ്ടാവും. ന്യൂറോബയോണ് ഓവർ ഡോസേജ് കൊടുത്താലും അല്ലെങ്കിൽ കാരണമില്ലാതെ കൊടുത്താലും അങ്ങനെ സംഭവിക്കും. മറ്റൊന്ന് കാര്യം ഉണ്ടായിട്ട് കൊടുത്താൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, സങ്കീർണത ഉണ്ടാക്കില്ല ചെയ്യുന്നത്. നമ്മളൊരു സയന്റിഫിക്കൽ സ്റ്റഡി ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും. മറ്റൊന്ന് വോമിറ്റിംഗ് ആണ്. ചിലപ്പോൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മുയലിന്റെ കാര്യത്തിൽ ഇങ്ങനെ വോമിറ്റിംഗ് ഇല്ല. മുയൽ ഒരു കാരണവശാലും വോമിറ്റ് ചെയ്യില്ല. നമ്മൾ ഗ്രൂപ്പിനകത്ത് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതാണ്, പ്രഖ്യാപിച്ചതാണ്. ഇതിൽ സംശയമൊന്നുമില്ല. ഇനി മുയൽ വോമിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ പറയാണ്, അത് വോമിറ്റ് അല്ല. അതിന്റെ അപ്പർ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി, അതിന്റെ മുഖവുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ശ്വസനവുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്നോ എന്തെങ്കിലും സെക്രേഷൻസ്, എന്തെങ്കിലും സ്രവങ്ങൾ ഇൻഫെക്ഷൻ കാരണം കൊണ്ട് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡൈയിങ് ടൈമിൽ മുയൽ മരിച്ചു പോകുന്ന നേരത്ത് നാം കൈൻ്റെ വെള്ളമോ എന്തെങ്കിലും പുറത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ റിട്ടേൺ വരുന്നുള്ളതാണ്. അതൊരിക്കലും ഛർദിയല്ല, അത് ജസ്റ്റ് റിട്ടേൺ വരുന്നത് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ദുർഗന്ധം വരുന്നതാണ്. അത് കഫം വരാം, ഒക്കെ വരാം. പക്ഷെ ഒരു കാര്യം അത് ഛർദിയല്ല. ഛർദി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു മുയലിന്റെ ദഹന പ്രക്രിയയിൽ അതിന് ദഹിക്കാൻ പറ്റാത്ത റിട്ടേൺ നൽകുന്നതാണ്. അതായത് മുയലിന്റെ അന്നനാളത്തിലെ വേവ് മൂവ്മെന്റ് താഴോട്ട് തള്ളിവിടാനുള്ള, അല്ലെങ്കിൽ മുയൽ ഇങ്ങനെ പാരലായിട്ട് നിൽക്കുമ്പോൾ അതിന് സൈഡിലോട്ട് തള്ളിവിടാനുള്ള പ്രവണത അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിവേഴ്സ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. ആ കഴിവ് ഒരു മുയലും ലോകത്തില്ല. അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. അക്കാര്യം കൂടെ ഒന്നുകൂടി സൂചിപ്പിക്കാം. മുയലുകളുടെ ശരീരം തളർന്ന് ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയിലെത്തിയ 100 ഫാമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയ സാമ്പിൾ സർവേ. ആ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു 10% മാത്രമാണ് ആഷിയാന റാബിറ്റ് ഫാമിന്റെ ശൃംഖലയിൽ പെടുന്ന ഫാമേഴ്സിന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത്. ബാക്കി 90% ആഷിയാന റാബിറ്റ് ഫാമിൽ നിന്ന് പുറത്തുള്ള ഫാമേഴ്സിനാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മിദ്ദാസ് സാറിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത് ക്രോസ് വെന്റിലേഷൻ അഥവാ നല്ല എയർ സർക്കുലേഷൻ, അതുപോലെ കൂടിന്റെ മുകളിൽ കൂട് വെക്കുന്ന രീതി ചെയ്യാതിരിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതായത് ഒരു നിലയിൽ മാത്രം കൂടുകൾ, എന്നുവെച്ചാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന രൂപം. മറ്റൊന്ന് നിപ്പിളിൽ വെള്ളം കൊടുക്കാതിരിക്കുക, മൺപാത്രത്തിൽ മാത്രം വെള്ളം കൊടുക്കുക. അത് വേറൊരു കാര്യം, ടെമ്പറേച്ചർ ഒരു കാരണവശാലും 30 മുകളിൽ പോകാൻ അനുവദിക്കാതിരിക്കുക, അതിനുവേണ്ട ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം. പച്ചക്കറിന്റെ വേസ്റ്റ് കൊടുക്കാതിരിക്കുക, അതായത് മുയലിന് നല്ല ഫുഡ് മാത്രം കൊടുക്കുക, അതും ശാസ്ത്രീയമായ രൂപത്തിൽ. ഇതൊന്നും കൂടാതെ മുയലിന്റെ ദഹന വ്യവസ്ഥയും അതിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനവും ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ ആഷിയാന റാബിറ്റ് ഫാമിലെ വരുന്ന കർഷകരെ വാർത്തെടുത്തു എന്നതാണ് ഇതിന്റെ പിറകിലുള്ള രഹസ്യം.